ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ 2.5 വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും. ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക അവസാനത്തെ മൂന്ന് പാദത്തിൽ ജനിച്ച വ്യക്തികൾക്കും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിജയങ്ങളും തടസ്സങ്ങളും, അതായത് കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ജീവിതം വളരെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക്, അതായത് മേടൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിദോഷത്തിന് പരിഹാരം എന്ന വണ്ണം അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ ശരണനാമം ജപിക്കുകയും ഭഗവാന് വഴിപാടുകൾ, അതായത് കടും പായസം നടത്താം, അരവണ പായസ വഴിപാട് നടത്താം, എള്ള് പായസ വഴിപാട് നടത്താം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ശനിയാഴ്ച നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ നീരാഞ്ജനം കഴിപ്പിക്കുക, ഏറ്റവും ലഘുവായും അതിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതുമായത് നീരാഞ്ജനം നടത്തുന്നതാണ്. നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തി ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിന് ഏറെക്കുറെ മാറ്റമുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ ശനിദോഷത്തിന് രാശിക്കുണ്ടാകുന്ന സംശയങ്ങളും ഏത് രാശിയിലാണ് ജനിച്ചത് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. തിരിച്ച് മെസ്സേജ് തന്നെ നിങ്ങൾക്ക് മറുപടി വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.